4 കാര്യങ്ങൾ റമളാനിൽ വർദ്ധിപ്പിക്കണം. ഏതാണ് ആ 4 കാര്യങ്ങൾ? ഇന്നത്തെ സുന്ന ടോക്കിൽ നമുക്ക് പറയാം. ഏവർക്കും സുന്ന ടോക്ക് 205 സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, അവ്വലുഹു റഹ്മത്തുൻ. റമളാനിൻ്റെ ആദ്യ 10 റഹ്മത്തിൻ്റെ 10കളാണ്. വൗസത്തുഹു മഗ്ഫിറത്തുൻ. അതിൻ്റെ നടുവിലെ 10 മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ 10ആണ്. വആഖിറുഹു ഇത്ഖു മിനന്നാർ. അവസാനത്തെ 10 നരകമോചനത്തിൻ്റെ 10ആണ്. അഥവാ റമളാൻ പൂർണ്ണമായിട്ടും റഹ്മത്താണ്, പൂർണ്ണമായിട്ടും മഗ്ഫിറത്താണ്, പൂർണ്ണമായിട്ടും ഇത്ഖു മിനന്നാറാണ്. എന്നാൽ പോലും ആദ്യ 10കൾ റഹ്മത്തിന് കൂടുതൽ ചോദിക്കാനുള്ളതായ 10കളാണ്. നടുവിലെ 10കൾ മഗ്ഫിറത്തിനെ കൂടുതൽ ചോദിക്കാനുള്ള 10ആണ്. അവസാനത്തെ 10 നരകമോചനത്തെ കൂടുതൽ ചോദിക്കാനുള്ളതായ 10കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മാസത്തിൽ 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. 2 കാര്യങ്ങൾ നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഏതാണ് റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ? അത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൽ. അതുപോലെ വതസ്തഗ്ഫിറൂനഹു, അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുക. ഏതാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ 2 കാര്യങ്ങൾ? അത് സ്വർഗത്തെ ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവൽ തേടുക. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയാണ് നാം റമളാനിൽ ദിക്ർ ചൊല്ലാറുള്ളത്. നമുക്കേവർക്കും ആ ദിക്ർ അറിയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. അസ്അലുക്കൽ ജന്നത, നിന്നോട് ജന്നത്തിനെ, സ്വർഗത്തെ ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്നോട് കാവൽ തേടുകയും ചെയ്യുന്നു. ഈ 4 കാര്യങ്ങളും ഉൾപ്പെടുത്തി മഹാന്മാർ രൂപപ്പെടുത്തിയ ദിക്റാണിത്. ഈ 4 കാര്യങ്ങളും റമളാനിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ആജ്ഞ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ സുന്ന ടോക്കിലെ സുന്നത്ത്, റമളാനിൽ 4 കാര്യങ്ങൾ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന ദിക്ർ അർത്ഥമറിഞ്ഞുകൊണ്ട് നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. തിരുസുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ.